ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലബാർ ഏരിയയിലൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ച് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരുന്ന ആളുകൾ വിളിച്ചുകൊണ്ടിരുന്ന പേരായിരുന്നു ഇത്. ഈ വാക്ക് ഈ അടുത്ത് കേട്ടപ്പോൾ ഒരു സംഭവം ഓർമ്മ വന്നു. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഈ ഒരു സംഭവം പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു സീനിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചി, അവരെ ചില ഫീച്ചേഴ്സൊക്കെ കാരണം അവർക്കുണ്ടായിരുന്നൊരു ഇരട്ട പേരായിരുന്നു. നമ്മളെ സീനിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ടൊന്നും വിളിച്ചില്ലെങ്കിലും സ്കൂളിൽ എല്ലാവർക്കും അറിയാവുന്നൊരു ഇരട്ട പേരായിരുന്നു ഇത്. പലരും നേരിട്ടും അല്ലാതെയും ഒക്കെ അവരെ വിളിച്ചിട്ടുണ്ടാവണം. നമ്മൾ 10ാം ക്ലാസ്സൊക്കെ എക്സാമൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്കൊരു ഓട്ടോഗ്രാഫ് എഴുതുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ പണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ നമ്മൾ അഡ്രസ്സ് എഴുതാനൊക്കെ ഉള്ളൊരു കോളുണ്ടായിരുന്നു. അവരെഴുതിയൊരു മറുപടി വല്ലാതെ ടച്ച് ചെയ്യുന്നതായിരുന്നു. ഒരു ഓട്ടോഗ്രാഫ് ബുക്കിൽ അവരെഴുതിയ മറുപടിയാണിത്. എത്ര പവർഫുള്ളാണെന്ന് നോക്കിയേ. അവരെ അത്രയും കാലം നേരിട്ടും അല്ലാതെയും കളിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളെല്ലാം സ്റ്റക്കായിപ്പോയി. ആ വിളി എത്രമാത്രം അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരതിനെപ്പറ്റി എത്രമാത്രം ചിന്തിച്ച് സമയം കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രം പോലെയായിരുന്നു ആ മറുപടി. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ പേരെനിക്ക് അത്ര ഓർമ്മയില്ല, പക്ഷേ ഈ സംഭവം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിലുണ്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങളെ കാണാൻ ഭംഗിയില്ല, നിങ്ങൾ പ്രസൻറ്റബിൾ അല്ല എന്നൊക്കെ പറയുമ്പോൾ ജീവിതം അവസാനിപ്പിച്ച് പോയ കുറേ കുട്ടികളുടെ കഥകൾ നമ്മൾ ഈ അടുത്ത് കേട്ടു. അവർക്കൊക്കെ നിങ്ങളുടെ ഈ മറുപടി ഒരു മാതൃകയാണ്. നിങ്ങൾ നൽകിയ മറുപടി പോലെയുള്ള മറുപടികളാണ് ഉണ്ടാവേണ്ടത്. നിങ്ങൾ സമയം കൊല്ലാൻ വേണ്ടി പറഞ്ഞു പോകുന്ന ഒരു വാക്ക് എത്രമാത്രം ആഴത്തിലാണ് ഒരാളെ സ്പർശിക്കുന്നതെന്ന് അറിയുക. ഈ ഭൂമിയിൽ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ.